മമ്മി റെഡ് എവിടെ പോയി ഗുഡ് മോർണിംഗ്, ഹലോ ആൻഡ് വെൽക്കം ടു അവർ നവരാത്രി ഡേ 2. എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റിയില്ല ഗൈസ്. ഞാൻ 5 മണിക്കാ കാലത്തെ ഉറങ്ങിയത്. നിങ്ങൾക്കറിയാമോ, അൺറെഡി ഒക്കെ ചെയ്തതിന് ശേഷം എന്നിട്ട് 10 മണിയായപ്പോഴത്തേക്ക് എണീക്കേണ്ടി വന്നു. കാരണം നമ്മുടെ ചിമ്മിണി ക്ലീൻ ആക്കണ ആളെ ഞാൻ ബുക്ക് ചെയ്തത് മറന്നു പോയിട്ടാ. പക്ഷെ നന്നായി, കാരണം അത് ക്ലീൻ ചെയ്യിപ്പിക്കുകയും വേണമല്ലോ, അതുകൊണ്ടാണ്. സോ നിങ്ങളെ വീട്ടിലെ നിങ്ങളെ ചിമ്മിണിയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ വച്ചിട്ടുണ്ടെങ്കിൽ പറയണം. എപ്പോഴെപ്പോഴാണ് എന്തു പറ്റിയമ്മേ അമ്മ ഓഫ് ചെയ്തത്? ഓക്കെ, നിങ്ങൾ പറയാണ്ട് നിങ്ങളെ ചിമ്മിണിയില്ലേ എപ്പോഴാണ് ക്ലീൻ ചെയ്യിപ്പിക്കണേ എന്നുള്ളത്. നമ്മൾ കുറെ നാളായി അതുകൊണ്ട്. പനി ക്ലീൻ ചെയ്തപ്പോ അതേ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കാണാമോ, അടിപൊളിയായിട്ട് തിളങ്ങണം. നോക്കിയ ഗൈസ്, ഇങ്ങനെ എല്ലായിരുന്നു അവസ്ഥ. സി, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ പറ്റും. അടാ സൂപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ടാണ് കേട്ടാ. സ്റ്റാർട്ടിങ്ങിൽ ഗൈസിനെ പേപ്പിക്കാൻ വന്നേ. ഇവിടെ നോക്കിയ ഗൈസ്, ഫൈനലി ഞാൻ മനുഷ്യന്മാര് കഴിക്കണ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ ഇന്ന് മമ്മി മോരുകറി ഉണ്ടാക്കാൻ കേട്ടാ. അടിപൊളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ സിമ്പിൾ ഹമ്പിൾ ആയിട്ടുള്ള മോരുകറി ഇഷ്ടം. വെറുതെ കടുക് വറുത്തത്, ഇതിനകത്ത് ഒന്നും പെടണത് തേങ്ങ, മാങ്ങ, തക്കാളി, നോ, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. സോ എവിടെ പോയി ചമ്മന്തി ഇവിടെ പോയി. ഓക്കെ, ഇന്ന് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കണേ. അയ്യോ, എവിടെ നേട്ടെടുത്തതാ? എവിടത്തെ പറമ്പിലാണ്. മമ്മി ഭയങ്കര ഹാപ്പിയാ ഗൈസ്. സുജാത യൂസ് ചെയ്തിട്ട് നമ്മുടെ സുജാത. അയ്യോ, പല്ല് മമ്മിയുടെ തേച്ചിരുന്നു. മമ്മി നാട്ടിലായിരുന്ന സമയത്താണല്ലോ ഞാൻ ഇവിടെ സുജാത മേടിച്ചിരുന്നത്. അപ്പം പോലെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു യൂസ് ചെയ്യണമായിട്ട്. ആൻഡ് ഫൈനലി മമ്മിക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഹാപ്പിയാണോ മമ്മി? ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക് മിക്സി? ദൈവമേ, നമ്മളൊന്ന് ഓട്ടോക്കെ ഇടണം ഗൈസ്. പറഞ്ഞതൊക്കെ കൊണ്ടോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ചുവന്നുള്ളി ഇതിനൊക്കെ വേണ്ടിയാണല്ലോ അമ്മ കൊണ്ടുവന്നത്. ചുവന്നുള്ളി ഞാൻ വിചാരിച്ചു മമ്മിക്ക് അത് ഉടക്കാനൊക്കെ ഭയങ്കര മടിയുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവണ്ട്. ഞാൻ നോക്കിക്കൊണ്ടാന്ന് ഓരോരുടെ ക്ലിപ്പൊക്കെ ഇട്ടത്. അല്ലെങ്കിൽ അത് പിടിച്ചു വെച്ച് ഇപ്പൊ ഒപ്പിക്കാന്. ഞാൻ കുളിക്കാത്തോണ്ട് അടുപ്പിക്കണില്ല. മമ്മി എന്തെന്നാ എന്നെ കുറിച്ച് വിചാരിച്ചു? ഞാൻ കുളിച്ചിട്ടാ കടന്നു പറയുന്നത്. യെസ് ഗൈസ്, ഞാൻ ഫുൾ സ്കിൻ കെയർ ചെയ്തിട്ടാ. പക്ഷെ ബോഡി കെയർ അത്രയും ചെയ്തില്ല കേട്ടോ. കാരണം ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാൻ ത്രാണി ഉണ്ടായിരുന്നില്ല. ഞാൻ വേദന കിടന്നി. ആൻഡ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, പ്രതീക്ഷിക്കാത്ത കളിയായിരുന്നു ഇന്നലെ ആദ്യത്തെ ദിവസമായിട്ട്. ഓ മൈ ഗോഡ്. കാരണം എനിക്ക് മനസ്സിൽ തോന്നുന്നത് തന്നെ ഈ ഓരോ കൊല്ലം കഴിയും തോറും എന്തായി പറ്റണേ, ക്രേസ് കുറഞ്ഞു പോകുന്നൊക്കെ എനിക്ക് ഡൗട്ട്. പക്ഷെ നോ, യെസ്റ്റർഡേ വാസ് വെരി വെരി ക്രേസി. എനിക്കൊന്ന് റീൽസ് ഒക്കെ കാരണേ ഗർഭയുടെ ക്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടാ. ആൻഡ് പുറത്തേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് അവർ ഓൺ റിസ്കിനൊക്കെ വേണം പോകാനായിട്ട്. ഞാൻ നമ്മുടെ ഏരിയയിലായിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കുന്നത്. നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. സോ ഭയങ്കര ക്രേസിയാണ്. കാരണം ആർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീപാരാധന കഴിഞ്ഞിട്ട് അങ്ങോട്ട് കളി തുടങ്ങി. പിന്നെ അങ്ങോട്ട് കളി. മമ്മി ഗൈസിനെ വേഗം പ്രോമിസ് ചെയ്തേ ഇന്ന് പോലെ നന്നായിട്ട് മമ്മി ഗർഭ കളിയൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. മമ്മിയാണ് നമ്മുടെ ഏക ആശ്രയം, ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ. ഇന്നലെ ഉറക്കപ്പിച്ചിട്ട് ഗൈസ് മര്യാദക്ക് കണ്ടൊക്കെ ഓടിക്കള എന്തോ തപ്പിപ്പിടുത്തം കാണിച്ചിട്ട്. എനിക്ക് ഉറങ്ങണം. സോ അർബൻ കമ്പനിയുടെ അങ്ങേര് പോയി. പക്ഷെ ഉറങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ വിചാരിച്ചു എന്തായാലും കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ ചോറ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ചേരം എഡിറ്റ് ചെയ്യായിരുന്നു. കാരണം അപ്പൊ വ്ളോഗ് വേണ്ടേ. അത് കഴിഞ്ഞ പോലത്തെ പോലെ ആയപ്പോൾ ന്യൂ ഇയർ വരെ നമ്മുടെ നവരാത്രി കണ്ടന്റ് പോയിക്കൊണ്ടേയിരിക്കും. സോ അപ്പോഴേക്കും ഓർമ്മ, ഇന്നലെ രാത്രി ഞാൻ വന്നതിന് ശേഷം ഫ്രഷ് ഒക്കെ ആയല്ലോ, കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പതുക്കെ വിശക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ലൈവ് ഢോക്ല ആൻഡ് പരിപ്പ് വട ഉണ്ടാവില്ലേ, ദാൽവട, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മിക്ക് വേണ്ടിയിട്ട്. സോ ഇച്ചിരി കൂടുതലായിരുന്നു ക്വാണ്ടിറ്റി. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ട് അത്യാവശ്യം ഒരു ഗ്ലാസ് നിറച്ച് നമ്മുടെ ഹോർലിക്സ് ഡേറ്റ്സ് മിൽക്ക് അതുണ്ടാക്കി കടിച്ചു. അപ്പൊ മിൽക്ക് തീർന്നു. അപ്പൊ തണുത്ത പാല് തന്നെ വേണം, അല്ലെങ്കിൽ മതിക്ക് ഇറങ്ങൂല. അപ്പോ ഞാൻ ഇപ്പൊ വേഗം ബ്ലിങ്കിറ്റ് ചെയ്യിപ്പിച്ചു. കാരണം ഇനി കുറച്ച് നാളത്തേക്ക് എന്തായാലും നമ്മുടെ ലൂസ് പാല് മേടിക്കാനായിട്ടൊന്നും എനിക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ ഇനി കുറച്ച് നാളത്തേക്ക് ബ്ലിങ്കിറ്റ് തന്നെ ആശ്രയം. ഞാൻ വേറെ 2 സാധനം കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഡ്രാഗൺ ഫ്രൂട്ട്. യെസ്, ഇപ്പൊ ഇത് നമ്മൾ മേടിക്കാറുള്ളതാണ് അല്ലെങ്കിൽ. പക്ഷേ ഇത്തവണ നമ്മൾ വേറൊരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ട്.
അവാക്കടോ. യെസ്, ഇതിന്റെ ഷേക്ക് അടിക്കണം ഗൈസ്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഒരു ഷേക്കിന്റെ ഷേക്ക് അടിച്ച് മമ്മിക്കും പപ്പയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഞാൻ ഷുഗർ ഒന്നും ഒട്ടും തൊടുവില്ലായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ ശർക്കരയായിരുന്നു ഇടാറുണ്ടായിരുന്നത്. ബട്ട് ഇപ്പൊ എന്റെ കയ്യില് ഡേറ്റ് സിറപ്പ് ഉണ്ട്. ഞാൻ റിച്ച് ആണ് ഗൈസ്, നിങ്ങൾ എന്താ വിചാരിച്ചത്? അപ്പൊ ഡേറ്റ് സിറപ്പ് ഇട്ടപ്പോ ഇത്തിരി ചൊവ്വ വരും ഡേറ്റ്സിന്റെ, പക്ഷെ എന്നാൽ പോലും അത്ര സീനില്ല. ശർക്കര പോലെയല്ല, ശർക്കര ശരിക്കും ആ ഫ്ലേവറേ നശിപ്പിച്ചിടും. ഡേറ്റ്സ് പിന്നെ ബെറ്റർ ആണ് ഐ ഗസ്. മധുരം തരുകയും ചെയ്യാൻ ഭയങ്കര, ഈന്തപ്പഴത്തിന് തന്നെ സ്വയമായിട്ട് അങ്ങനെ ഭയങ്കര ചൊവയില്ലല്ലോ. സോ അപ്പൊ അങ്ങനെയാണ് ഐഡിയ. അത് പഴുത്തോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവണം. നിങ്ങൾക്ക് അവക്കാഡോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവോ അത് പഴുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്? നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണത്? അത് അമങ്ങണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണെന്ന്. ലുക്ക് അറ്റ് ദിസ്. ഇതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഇത് പഴുത്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു, കാരണം ഭയങ്കരമായിട്ട് നമ്മൾ ഷോർട്ട് പുട്ട് കളിക്കൂലേ അതുപോലെ ഇരിപ്പുണ്ടല്ലേ. ക്രാക്ക് ഒക്കെ വീണിട്ട് കണ്ടിട്ട് തോന്നുന്നു കുറെ നാളായിട്ട് ഇവരുടെ ഫ്രിഡ്ജിന്റെ ഏറ്റവും അകത്ത് ഒരു മൂലക്ക് ഇത് കിടക്കുന്നുണ്ടായിരുന്നത് നമ്മളെ പിടിപ്പിച്ചു. ഒടുക്കത്തെ വിലയാണ് കഴിച്ചിട്ടിന്. സാരില്ല, നമ്മളുടെ പാരന്റ്സ് നമ്മൾ എല്ലാ വിധത്തിലുള്ള സുഖവും സുവിധയും ഒരുക്കി കൊടുക്കണം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ നല്ലോണം പാടുപെടണം. വേറെ ഒരു മോട്ടിവേഷൻ നമുക്ക് ലോകത്ത് ആവശ്യം വരില്ല. ഇതാണ് ഏറ്റവും നല്ല മോട്ടിവേഷൻ. എനിക്കും ചേച്ചിക്കും പണ്ടേ ഭയങ്കര ക്രേസാണ്. നമ്മുടെ ലൈഫിൽ നല്ല അടിപൊളി സർപ്രൈസസ് കൊടുക്കണം. അവർക്ക് ലൈഫ് നല്ല സൂപ്പറാക്കി കൊടുക്കണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് അവർക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല. അവർക്കൊക്കെ ചെയ്യാൻ പറ്റില്ല, ക്ഷമതയൊക്കെ അവർക്കുണ്ട്, പക്ഷെ അവർ ചെയ്യൂല. അപ്പൊ നമ്മൾ ചെയ്യൂ, അതാണ് കാര്യം. കണ്ടിട്ട് തോന്നുന്നു നമ്മുടെ മണി പ്ലാന്റിലേക്ക് മമ്മി ഒരു തള്ളി വെള്ളം പോലും തൊടിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. ഇന്ന് റെഡ് ഡേ ആണ് ഗൈസ്. സോ നമുക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ ഒന്ന് തേച്ച് വെച്ചാലോ, അറ്റ്ലീസ്റ്റ് എന്റെ സമയം ലാഭിക്കാൻ പറ്റും. യെസ്, വൈ നോട്ട്? ഇവിടെ ഞാൻ എന്തെന്നാ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ആ വിൻഡോ ലൈറ്റ് അടിക്കുമ്പോ ഇത് ഒന്നും കൂടെ ഭംഗിയുണ്ടല്ലേ. ബട്ട് ദ തിങ് ഈസ്, വൈകുന്നേരം നമ്മൾ റെഡി ആവുമ്പോഴത്തേക്ക് ഇവിടെ ഇരുട്ടാവും. സാരല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾ പറയട്ടെ, ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാ. നന്നായി മമ്മി എന്നെ പുഷ് ചെയ്തത്. ആ ഒരു മോട്ടിവേഷൻ കാരണം നമുക്ക് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കിട്ടിയത്. നമ്മുടെ ഗസ്റ്റ്. ഓക്കെ, ഞാൻ എന്തിനാ ഇവിടെ വന്നത് ഞാൻ മറന്നു. എപ്പോഴും ഇതാണ് ഗൈസ്. എന്റെ കോട മമ്മി, എന്റെ കോട അവിടെ നൂര് താഴത്തേക്ക് ഉണ്ട്. ഡോണ്ടു. അയ്യോ, എന്റെ ബാത്റൂമിൽ ലൈറ്റ് കിടക്കണം, വേഗം ഓഫ് ചെയ്യട്ടെ. കറണ്ട് ബില്ല്, ഭയങ്കര കറണ്ട് ബില്ല് ഇവിടെ. ഓക്കെ, ഞാൻ ഇന്നലെ അൺറെഡി ഒക്കെ ആയിട്ട് തൊപ്പി ഇവിടെ തന്നെ ബാത്റൂമിൽ തന്നെ വെച്ച്. ഓ മൈ ഗോഡ്, ഞാൻ പെട്ടെന്ന് നെറ്റി പോയി. ഇവിടെ ഇരുന്നോട്ടെ, ഇനി ആവശ്യമില്ല, നമുക്ക് അടുത്ത കൊല്ലം കാണാം. സോ ഇവിടത്തെ ഒരു ഔട്ട്ഫിറ്റ് ആണ് നമ്മൾ എടുക്കാൻ പോണത്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് നമ്മ ഇടാൻ പോണത്. നമുക്ക് ഇതിനെ വേഗം തേച്ച് വെക്കാം. ഞാൻ ആലോചിക്കുക ഇത് തേക്കണതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇട്ട് നോക്കട്ടെ പാകമുണ്ടോ എന്നുള്ളത്. ഗൈസ്, നിങ്ങൾക്ക് അറിയാമോ, ഇന്ന് നമ്മള് ചോറ് കഴിക്കാൻ പോണതാണ്. ഒരു ഡിഫറെന്റ് ഐറ്റം. നിങ്ങൾക്ക് അറിയെങ്കിൽ പറയണോണ്ടാ. സോ മമ്മി ആദ്യം കാണിച്ചെന്താന്ന്, ഇതാണ് സാബുദാനയുടെ പാപ്പഡ്, സാബുദാനക്ക പാപ്പഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമോ, ഇത് നല്ല ചൗവരിയാ. ചൗവരിയുടെ പപ്പടം ഗൈസ്. ഇത് നിങ്ങൾക്കറിയാമോ, പണ്ടില്ലേ മമ്മി ഞാൻ സ്കൂളിൽ പഠിക്കണ സമയത്ത് എനിക്ക് ടിഫിനൊക്കെ ആക്കി തരുമായിരുന്നു. നല്ല ടേസ്റ്റാ. നമ്മുടെ അവിടെ ഉണ്ടാവുമല്ലോ ബൂങ്കരൻ, എന്ത് പറയും നമ്മുടെ അവിടെ. അമ്മ പ്ലാസ്റ്റിക്കിലിടല്ലേ. ഞാൻ ഇതിനകത്ത് മറന്നു. മമ്മി എല്ലാരും തെറ്റിദ്ധരിച്ചാ. ഞാൻ പ്ലാസ്റ്റിക്കിലിടാൻ കണ്ടോ, തീർത്ത് തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതിനകത്ത് ഇച്ചിരി ഉപ്പ് പോകണം, വേണമെങ്കിൽ മാത്രം ഇച്ചിരി മുളക് പൊടി. ചോറിന് കൂടെ കഴിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, വെറുതെ കടിച്ചിരുന്ന സ്വാദാണ്. മമ്മി അങ്ങനെയാണ് പറഞ്ഞോളൂ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കണം. ചിരിക്കണതൊക്കെ പപ്പതമാണ്. ഇത് പപ്പതമാണ്. ചോതും പപ്പതും ഒക്കെ കുത്തിയ കഴിക്കൂ നമ്മത്. നമുക്ക് വേറെ ഒന്നും വേണ്ട, ഇതൊക്കെയാണ് നമുക്ക് പറ്റുന്നത്. ഒന്ന് അടച്ചു വെക്കട്ടെടോ, ഇത് എനിക്ക് ഇങ്ങനെ ഇരിക്കണ കാണുന്ന ശരിയാണല്ലോ. ഓക്കെ നമ്മള് കഴിക്കാൻ നേരെ ഓക്കെ. നമ്മുടെ ചോറ് കൂടെ കഞ്ഞവെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കാണുമ്പോൾ അപ്പൊ എനിക്ക് കഞ്ഞവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാൻ തോന്നും, പക്ഷെ അതുപോലെ ഫാറ്റ് വരും, അതാ പ്രശ്നം. ഇഷ്ടമാണ് കഞ്ഞവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കും, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫാറ്റ് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ എപ്പോഴും പുറകോട്ട് മാറിക്കാം. നല്ലോണം ഉറങ്ങണം എനിക്കിത് കഴിഞ്ഞിട്ട്. ഞാൻ എപ്പോൾ ഉറങ്ങി എണിക്കും, എപ്പോൾ എഡിറ്റ് ചെയ്തും ഇടും ഗൈസ്. അതാ എനിക്ക് നിങ്ങൾക്ക് അപ്പം തന്നെ വ്ളോഗ് എത്തിക്കണം. അതാണ് എൻ്റെ ഇത്തവണത്തെ ലക്ഷ്യവും ഉന്നങ്ങളൊക്കെ. ക്യാമറ വന്നത് പെട്ടെന്നായിരുന്നു ഗൈസ്, അല്ലെങ്കിൽ മമ്മി അതിന് ഇപ്പൊ മറച്ചിട്ടായിരുന്നു, നിങ്ങളറിയാണ്ട്. ഇപ്പൊ അങ്ങനെയാണോ? അവർക്ക് മമ്മിയുടെ വിസ തട്ടിപ്പൊക്കെ മനസ്സിലായെന്ന് അറിയാം. അപ്പൊ എന്തായാലും ഇനി സത്യസന്ധതയൊക്കെ കാണിച്ചേക്കാം. വേണ്ട മതി, വളരെ കുറച്ച്. ഞാൻ അല്ലെങ്കിൽ ഇത് മുളകൊന്നും ഞാൻ പോണില്ല. അല്ലെങ്കിൽ മമ്മി ആ കഴിഞ്ഞതൊക്കെ എന്നെയാണ് പിടിപ്പിക്കാൻ പോണത്, എനിക്കറിയാം. ഇവിടെ ഒരാൾ പറഞ്ഞ അടിപൊളി ചമ്മന്തി ഗൈസിനെ കാണിക്കുക. എന്താ ഗൈസെ കണ്ടോ?
കണ്ടല്ലോ, വാ നമുക്ക് ഉരുള ഉണ്ണാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു കുഴി ചെയ്യാം. നിങ്ങൾക്ക് കണ്ടോ ഗൈസ് ഈ സ്വഭാവം? നോ വേ മമ്മേ, എന്നെ മാനിപ്പുലേറ്റ് ചെയ്യല്ലേ. ഞാൻ സ്ലിം ആയിക്കോട്ടെ. എന്റെ നമ്മളുടെ ചമ്മന്തി കുറച്ച് എടുക്കാം നോക്കാം. ആ കരിഞ്ഞതാണിത്. ഹാപ്പി ഞങ്ങൾക്ക് അതും കൈസ് കേട്ടോ, അല്ലെങ്കിൽ കൈസ് എന്നെ വച്ചേക്കൂല. ഇവിടെ 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 പിന്നെ ആർത്തെ എപ്പോഴും വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ്? നമ്മൾ കഴിക്കണ പോലെയല്ല, അമ്മമാര് ഉരുള ഉരുട്ടി തരുക, ടേസ്റ്റ് തന്നെ മാറും. എന്തോ ഒരു പ്രത്യേക എസൻസ് ഒക്കെ വരും. നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, കിറ്റ് കാറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. മമ്മിയുടെ കിറ്റ് കാറ്റ് മമ്മി ഓർക്കാണ്ട് വെച്ചാട്ടെ. മമ്മി എന്നിട്ട് ഇത് കിള്ളി നോക്കണം. എന്നൊരു കാറാവ് നമ്മുടെ ടേബിൾ മേലെ. ഓക്കെ ഗൈസ്, എനിക്ക് ഉറങ്ങാനുള്ള യോഗം നഹി. കുറച്ചു നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റിംഗ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ഈ നോക്കിയ കാണിച്ചടാ, നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തേച്ചിട്ടൊക്കെ റെഡി ആക്കിയേക്കണേ. ഇതിന്റെ കൂട്ടത്തിൽ പുറകിൽ പാൻറ് ഉണ്ട്. ഓക്കെ, അപ്പൊ ശരി, ഞാൻ കുളിച്ചിട്ട് വേണോ? ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓ മമ്മി റെഡ് ആണല്ലോ. ആരാണ് ഇന്ന് ഗർഭടിച്ചില്ലെങ്കിൽ ഞാൻ പിച്ചു. ഇന്ന് പൊന്നു കളിച്ചണോ? മമ്മിക്ക് ക്രൗഡ് വേണം, എന്നാലും കളിക്കൂ. ഓക്കെ, അപ്പൊ ശരി ഗൈസ്, റെഡി ആയിട്ടാ നമുക്ക് റോക്ക് ചെയ്യാം. ഗർഭാളൊക്കെ പോലെ. ലെറ്റ്സ് ഗോ. നമഃ ശിവായ.